പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈശോ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും തരട്ടെ. ഇന്നലെ നമ്മൾ കർത്തൃപ്രാർത്ഥനയുടെ, സ്വർഗസ്ഥനായ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത കണ്ടു, സമൂഹ പ്രാർത്ഥനയാണെന്ന്. ഇന്ന് ഈ കർത്തൃപ്രാർത്ഥനയുടെ, സ്വർഗസ്ഥനായ പ്രാർത്ഥനയുടെ മറ്റൊരു പ്രത്യേകത നമുക്കൊന്ന് ധ്യാനിക്കാം. ഈ കർത്തൃപ്രാർത്ഥന എന്ന് പറയുന്നത് കുടുക്കുള്ളൊരു പ്രാർത്ഥനയാണ്. കുടുക്കുള്ള പ്രാർത്ഥനയാണ്. അതായത് പ്രാർത്ഥനയിൽ നമ്മൾ ഇങ്ങനെ ധ്യാനിക്കുമല്ലോ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. അത് വലിയൊരു കുടുക്കാണ്. അതായത് എന്നെ വേദനിപ്പിച്ചവരോട് ഞാൻ എത്രമാത്രം ക്ഷമിക്കുന്നുവോ അത്രമാത്രമേ ദൈവം എൻ്റെ പാപങ്ങളും കടങ്ങളും ക്ഷമിക്കത്തുള്ളൂ. വലിയൊരു കുടുക്കാണത്. പിന്നെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമല്ലോ, നീ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് നീ മനസ്സിലാക്കുന്നുവെങ്കിൽ ആദ്യം ബലിവസ്തു അവിടെ വെച്ചിട്ട് ആദ്യം പോയി സഹോദരനുമായിട്ട് രമ്യതപ്പെടുക, എന്നിട്ട് വന്ന് ബലിയർപ്പിക്കുക എന്ന് പറയുക. അതായത് സഹോദരനോട് ക്ഷമിക്കുന്നതിൻ്റെ പ്രാധാന്യം, അവനോട് പൊറുക്കുന്നതിൻ്റെ, രമ്യതപ്പെടുന്നതിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ഒരു പ്രാർത്ഥനയാണ് കർത്തൃപ്രാർത്ഥന എന്ന് പറയുക. അപ്പം ഇന്ന് നിങ്ങളെ ഇന്നലെ വേദനിപ്പിച്ച വ്യക്തികളെയൊക്കെ ഓർത്ത്, നിങ്ങളെ വാക്കുകൾ കൊണ്ട് കുത്തുമുറിപ്പെടുത്തിയവർ, ശാരീരികമായി ഉപദ്രവിച്ചവർ, അകറ്റി നിർത്തിയവർ, അവഗണിച്ചവർ, വല്ലാതെ വേദനിപ്പിച്ചവർ, വാക്ശരങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിച്ചവർ, അവരെല്ലാവരും ഈശോയിലേക്ക് കൊടുത്ത് ഒരു കാര്യം ഓർക്കുക, നീ അവരോട് ക്ഷമിച്ചാലേ നിൻ്റെ തെറ്റുകൾ തമ്പുരാൻ ക്ഷമിക്കുള്ളൂ. നീ അളക്കുന്ന അളവുകോല് കൊണ്ട് തന്നെ നിനക്കും അളന്ന് കിട്ടും. ഇന്ന് മെസ്സേജ് ബോക്സിൽ ഈശോയെ ക്ഷമിക്കാൻ കൃപ നൽകണമേ എന്ന് ടൈപ്പ് ചെയ്ത് അയക്കുക. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.